മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ, ബാഗുകൾ, കുടകൾ, ലഞ്ച് ബോക്സുകൾ, റെയിൻകോട്ട്, ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ. കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മുള്ളൂർക്കര. കോൺടാക്ട് 9955540953. നിവാരണം, മഴക്കാലപൂർവ്വ ശുചീകരണം എന്നീ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി കർമ്മ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ അവലോകന യോഗം ചേർന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ സന്നിഹിതയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് KA വിവിധ വകുപ്പുകൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. നമ്മൾ ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ പറയുന്നത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെ വാർഡ് തല ശുചീകരണം മുതൽ കഴിഞ്ഞ 2 ദിവസമാണ് നമുക്കതിന് സമയമായിട്ട് അനുവദിച്ചിരുന്നത്. 18-19 തീയതികളിൽ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരുടെ പരിസരം ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാനകളാണ് നമുക്ക് പ്രധാനമായും ക്ലീൻ ചെയ്ത് പോകേണ്ടത്. കാനകളിൽ മണ്ണ് വീണിട്ടുള്ള ഒരു വിഷയം വലിയൊരു പ്രോബ്ലമായിട്ട് നമുക്കാണ്. വെള്ളക്കെട്ടും ഇതൊക്കെ കാരണം ആയിട്ട് കാണിക്കുന്നത് അതാണ്. അപ്പോൾ നമ്മൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ PWD അധികൃതർ റോഡ്സിൻ്റെ ആളുകളെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പല സ്ഥലങ്ങളിലും PWD കാനകളിൽ മണ്ണ് വീണുകൊണ്ട് വെള്ളം പോകാത്ത അവസ്ഥയും റോഡിലേക്ക് വെള്ളം കയറുകയും അത്തരത്തിലുള്ള അവസ്ഥയാണ്. നമ്മൾ കഴിഞ്ഞ മഴയിൽ നമ്മൾ തൃശ്ശൂർ കണ്ടതും അത് തന്നെയാണ്. ഒരു ഹോസ്പിറ്റൽ അങ്ങനെ തന്നെ വെള്ളത്തിൻ്റെ അടിയിലായത് ഇത് തന്നെയാണ് കാരണം. അതുപോലെ നമ്മൾ ഓരോ വകുപ്പുകൾക്കും ചില നിർദ്ദേശങ്ങളായിട്ട് പറയുകയാണ്. നമ്മൾ അതിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെടേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ആദ്യം ഓരോ വകുപ്പുകൾക്കുള്ള നിർദ്ദേശങ്ങൾ പഞ്ചായത്ത് തലത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ക്ലോറിനേഷൻ അടിയന്തരമായിട്ട് നടത്തുന്ന രീതിയിലാണ് നമ്മുടെ HIമാരുടെ നേതൃത്വത്തിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. തുടർന്ന് ഗ്രാമപഞ്ചായത്തുകൾ ഇതുവരെ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഞ്ചായത്തിലെ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും വിശദീകരിച്ചു. യോഗത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത്, തെക്കുംകര ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീന്ദ്രൻ, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മധു, വരവൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹിദായത്തുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രീതി ഷാജു, ബിജു കൃഷ്ണൻ എന്നിവരും PWD കൃഷി, ഇറിഗേഷൻ, ഹെൽത്ത്, ഫോറസ്റ്റ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകി. പരിപാടി ഊർജിതപ്പെടുത്തുന്നതിന് യോഗം തീരുമാനിക്കുകയും ചെയ്തു. നമുക്കറിയാം, മഴ നമുക്ക് ഇപ്രാവശ്യം നേരത്തെ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈ മാസത്തോടു കൂടിയാണ് നമുക്ക് മഴ ലഭിച്ചത്. ഇത് നേരത്തെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ മഴ വരുന്നതിന് മുമ്പ് തന്നെ പല തരത്തിലുള്ള രോഗങ്ങളും ഇവിടെ പലർക്കും അനുഭവിക്കുന്നു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കീഴിലുള്ള പഞ്ചായത്തിലൊക്കെ നമ്മളതൊക്കെ പത്രത്തിൽ കൂടിയും TV കൂടിയും വായിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പനി ഉൾപ്പെടെ ഓരോ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം എല്ലാ ഗ്രാമപഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ കഴിഞ്ഞ 18-19 തീയതികളിലായി ഒരു വാരാചരണം ആഘോഷിക്കുകയുണ്ടായി. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളും അതിൽ നല്ല രീതിയിൽ തന്നെ ആ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ആയില്ല. ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനൊരു അവലോകനം നടത്തി എവിടെയാണ് നമുക്ക് ഇതിന്റെ പ്രവർത്തനം നടക്കാത്തത്, എവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്. അതുകൊണ്ടാണ് ഹെൽത്ത് ഉൾപ്പെടെ മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നമ്മൾ വിളിച്ചത്. VCB ന്യൂസ്, വടക്കാഞ്ചേരി.